1988 ജൂലൈ 18 അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച് ഓതർ, ആക്ടർ, ബ്ലോഗർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, റേഡിയോ ജോക്കി എന്നീ നിലകൾ അറിയപ്പെടുകയും ബറീഡ് തോട്ട്സ് എന്ന ആദ്യ ബുക്കിന് ശേഷം ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ രണ്ടാമത്തെ കൃതിയാണ് ദൈവത്തിന്റെ ചാരന്മാർ. പേരുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ചാരന്മാർ ഇതിനകം വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാ യുവതി യുവാക്കളും വായിച്ചിരിക്കേണ്ട ഒരു കൃതി തന്നെയാണ് ദൈവത്തിന്റെ ചാരന്മാർ. പേരുപോലെ തന്നെ നാം ഓരോരുത്തരെയും ഒരല്പം ചിന്തിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ ചാരന്മാർ. ആരാണ് ശരിക്കും ദൈവത്തിന്റെ ചാരന്മാർ? നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നാം കണ്ടുമുട്ടുന്ന ഒരു കൂട്ടം മനുഷ്യർ, സ്നേഹം കൊണ്ട് നിറച്ചവർ, വേദനിപ്പിച്ചവർ, നൊമ്പരപ്പെടുത്തിയവർ, താങ്ങായി നിന്നവർ, അത്ഭുതപ്പെടുത്തിയവർ, അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ ഗതി വരെ മാറ്റിമറിച്ചവർ. സ്നേഹത്തിന് പല ഭാഷകളും പല അർത്ഥങ്ങളും ഉണ്ടെന്ന് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയവരാണ് ഇതിലെ യഥാർത്ഥ ദൈവത്തിന്റെ ചാരന്മാർ. നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും നമുക്ക് നൽകുന്ന അറിവും സ്നേഹവും ഓരോ തരത്തിലാണ്. ഇവരെയെല്ലാം കാണുക എന്നത് ഒരുപക്ഷെ നിമിത്തമായി വരാം. അവരെയെല്ലാം കണ്ടുമുട്ടിയത് തന്റെ ജീവിതത്തെ കുറെ കൂടി അർത്ഥവത്താക്കി മാറ്റാനായി നിയോഗിക്കപ്പെട്ടവരെ പോലെയെന്ന് തന്റെ സ്വന്തം കൃതിയിലൂടെ പറഞ്ഞിരിക്കുകയാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ തേടലാണ്. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? ആരാണ് നാം ഓരോരുത്തരെയും നയിക്കുന്നത്? ചില സമയത്ത് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നു പോകുന്നവർ, അവരെ പരിചയപ്പെടേണ്ട ആവശ്യകത എന്താണ് നമുക്കുള്ളത്? ജീവിതം ഓരോ ദിവസവും കടന്നു വരുന്ന വ്യക്തികളുടെ പുതിയ ലോകം നമുക്ക് കാട്ടിത്തരികയാണ്. ബുക്കിൽ പറയുന്നത് പോലെ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ രൂപത്തിൽ സഹായമായി എത്തുന്നവർ, അവർ തന്നെയാണ് യഥാർത്ഥ ദൈവത്തിന്റെ ചാരന്മാർ. ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, എന്തു തന്നെയായാലും ഇതൊക്കെ ജീവിതത്തിലെ ഓരോ നിമിത്തമാണ്. ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് ഈ കൃതിയിലൂടെ നാം ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ ചാരന്മാർ വായിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ഓരോരുത്തരും അതിനെ എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഒരു തിരഞ്ഞോട്ടം നടത്തുവാൻ ദൈവത്തിന്റെ ചാരന്മാർ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു സുഹൃത്ത് നേരിട്ട് വന്ന് സംസാരിക്കുന്നത് പോലെ വളരെ ലളിതമായ ഭാഷയിലൂടെ വായനക്കാരെ വാക്കുകളിലൂടെ തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. മുഖത്തൊരു ചെറുപുഞ്ചിരിയോടെയും ഇടയ്ക്ക് ഒരല്പം കണ്ണു നനയ്ക്കുന്ന ഭാഗങ്ങളും ഇതിലുണ്ട്. എന്നാൽ നമുക്ക് വളരെ പ്രചോദനവും ദൈവത്തിന്റെ ചാരന്മാർ നൽകുന്നുണ്ട്. ജീവിതത്തിന്റെ വഴികൾ നാം എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. നമ്മളിൽ നിന്ന് കുറെ കഴിഞ്ഞുപോയ കാലങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കി ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, മാപ്പ് പറയാമെങ്കിൽ ഒന്ന് മാപ്പ് പറയുക, തിരുത്താൻ കഴിയുമെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് തിരുത്താൻ ശ്രമിക്കുക. ആരും തന്നെ അത്ര ദൂരത്തല്ല എന്ന ഒരു തിരിച്ചറിവ് ദൈവത്തിന്റെ ചാരന്മാർ നമുക്ക് നൽകുന്നുണ്ട്. 2019 ജൂൺ 20 ഇറങ്ങിയ ദൈവത്തിന്റെ ചാരന്മാർ DC ബുക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 22 അധ്യായങ്ങളായി മൊത്തം 232 പേജുകളാണ് ബുക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 238 രൂപയാണ് ബുക്കിന്റെ വില. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ബുക്ക് ലഭ്യമാണ്. കൂടാതെ ബുക്കിന്റെ PDF ഫയലും ഓൺലൈനിൽ അവൈലബിൾ ആണ്.